യിരെമ്യാവ് 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവെങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കൈയിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കൈയിലിരിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൈയിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട്, അതെന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് ഇഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ആകയാൽ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവീൻ. അതിനു അവർ, ഇത് വെറുതെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും. ഞങ്ങളിൽ ഓരോരുത്തരും താന്താന്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ ഇടയിൽ ചെന്നു അന്വേഷിപ്പീൻ. ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു. ലെബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ? അന്യദേശത്തു നിന്ന് ഒഴുകിവരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ? എന്റെ ജനമോ എന്നെ മറന്നു മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവരെ ഇടറി വീഴുമാറാക്കി. അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു. അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവും ആക്കുന്നു. അതിൽ കൂടി കടന്നുപോകുന്ന ഏവനും സ്തംഭിച്ച് തലകുലുക്കും. കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ചു കളയും. അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. എന്നാൽ അവർ, വരുവീൻ, നമുക്ക് യിരെമ്യാവിന് നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകയില്ല. വരുവീൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക, അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. യഹോവേ, എനിക്ക് ചെവി തന്നു എന്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ? അവർ എന്റെ പ്രാണഹാനിക്കായിട്ട് ഒരു കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിക്കാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ. അവരുടെ മക്കളെ ക്ഷാമത്തിന് ഏൽപ്പിച്ചു വാളിന് ഇരയാക്കണമേ. അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവമാരുമായി തീരട്ടെ. അവരുടെ പുരുഷന്മാർ മരണത്തിന് ഇരയാകട്ടെ. അവരുടെ യൗവനക്കാർ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ. നീ പെട്ടെന്നൊരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ടു അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാകട്ടെ. അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴി കുഴിച്ചു എന്റെ കാലിന് കണി മറച്ചു വെച്ചിരിക്കുന്നുവല്ലോ. യഹോവേ, എന്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു. അവരുടെ അകൃത്യം ക്ഷമിക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ. അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ. നിന്റെ കോപത്തിന്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കണമേ.